ഇത്രയൊക്കെ ക്രേവിങ്സ് ചോക്ലേറ്റിനോട് ഉണ്ടാവും. അതാണ് പിഞ്ചു കുഞ്ഞാണ് ഇത്രയൊക്കെ ക്രേവിങ്സ് ചോക്ലേറ്റിനോട് ഉണ്ടാക്കും. അത് പോസ്റ്റ് ചെയ്യാണ് എല്ലാരും. എന്തിനാണോ ചിരിച്ചേ? അവളുടെ ചോക്ലേറ്റ് ഭ്രാന്ത് എല്ലാരും അറിയട്ടെ. എല്ലാവരും അറിയട്ടെ, ചോക്ലേറ്റ് പ്രാന്ത് എല്ലാവരും അറിയട്ടെ. പ്രാന്ത് എല്ലാവരും അറിഞ്ഞു. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഈ ലാസ്റ്റ് ബൈറ്റ് കിട്ടാത്തതിന് ഇങ്ങനെയൊക്കെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ട് മോനെ, ഉണ്ട്. ഞങ്ങളുടെ നാട്ടില് ഒരാള് പണ്ട് ഇതുപോലത്തെ അവസാനത്തെ കഷ്ണം കിട്ടാത്തതിന് നാട്ടിൽ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പെരിന്തമണ്ണ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പോയി വണ്ടിക്ക് തലച്ചത് ചരിത്രം വരെ ഉണ്ട്. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്കാണ് താക്കളുടെ. അയ്യോ, ക്രമസമാധാന പ്രശ്നമായില്ലോ മോനെ. രമേശ് ചെന്നിത്തല രാജിവെക്കേണ്ടി വരുമോ? ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ടി വരുമോ? കേരള പോലീസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒരുവിധ ഷോപ്പിലൊന്നും ഗാലക്സി ഉണ്ടാവില്ല, എല്ലായിടത്തും മഞ്ജു ഡയറി മിൽക്ക് കേക്ക്. എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജപിച്ചോളുക. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഗൈസ്, അപ്പം ഇത് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഓ മൈ ഗോഡ്, ഇതെൻ്റെ വൈഫ് കാണാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാനിത് പബ്ലിക്കായി ഇടാൻ വേണ്ടിയിട്ട്, ബിക്കോസ് അവളിവിടെ ഇല്ല ഗൈസ്. ഷീസ് ഗോഡ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഈ വ്യക്തിനെ നിങ്ങൾ കണ്ടവരുണ്ടോ? അൺബോക്സിംഗ് ഡ്യൂഡ്. 40 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബറാണ്. എന്നിട്ട് അവൻ ഇന്നലെ ഒരു കോണ്ടന്റ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് എൻ്റെ ഭ്രാന്ത് പിടിച്ചുപോയി. അപ്പോൾ ആ ഭ്രാന്ത് നിങ്ങളിലേക്കും കൂടി പകരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് മാത്രം കാണുക. മക്കളെ, തെറി പറയരുത്. സോഷ്യലി റെലവൻറ്റ് കോണ്ടന്റ് അല്ല, സീരിയസ് ആയിട്ടുള്ള കോണ്ടന്റ് അല്ല, ഒന്നുമല്ല. ഞാനിന്നൊരു ഈ ക്രിഞ്ച് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം എന്നുള്ള ഇപ്പോഴേക്ക് മര്യാദയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ക്രിഞ്ച് എന്ന് പറഞ്ഞ സാധനം ഈ ലോകത്തുണ്ടെങ്കിൽ ഇത് ക്രിഞ്ചിൻ്റെ മൂത്താപ്പയാണ്, ക്രിഞ്ചിൻ്റെ വല്യാപ്പ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് ഇങ്ങനെയൊന്നൊരു മനുഷ്യൻ ഊള ആയിക്കൂടാ, ഇങ്ങനെയൊന്നൊരു മനുഷ്യൻ ബോറനായിക്കൂടാ, ഇങ്ങനെയൊന്നൊരു മനുഷ്യൻ ഒരിക്കലും ഒരു യൂട്യൂബർ എന്തൊക്കെ യൂട്യൂബിൽ ചെയ്യരുത് എന്നുള്ളൊരു എക്സാമ്പിൾ പോലെ എനിക്ക് ഇവൻ്റെ വീഡിയോ ഫീൽ ചെയ്തു തന്നു. ഇത് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരുടെ ഗതി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ഈ സ്വകാര്യത വിറ്റിട്ടാണ് കുറേ യൂട്യൂബർമാർ സ്വന്തം കോണ്ടൻ്റാണ് നീ മറ്റവൻ്റെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ അവർ ഈ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കേണ്ട കാര്യങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാത്ത കുറേ ആൾക്കാർ കുറേ പുറത്തേക്ക് വരുന്നുണ്ട്, പുറത്തേക്ക് എടുത്തിടുന്നുണ്ട്. ചില ആൾക്കാർ പ്രശ്നങ്ങളുള്ളത് പുറത്തേക്ക് ഇടുന്നു, ചില ആൾക്കാർ ഒന്നുമില്ല, ഒരു കോണ്ടന്റും ഇല്ല, കാണാനും ആളുമില്ല, പഴയ പോലെ റീച്ചും ഇല്ല, യാതൊരു വസ്തുവില്ല, പിന്നെ എങ്ങനെയെങ്കിലും ദുദ്ധി തള്ളി പോകണ്ടേ. അതിന് വേണ്ടിയിട്ട് എന്താ സ്ഥിതി? മനഃപൂർവ്വം ചില കാര്യങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും നിലവാരമുണ്ടോ? അതുമില്ല, തീരെ നിലവാരമില്ലാത്ത ഒരു വിഷയമാണ് കേട്ടോ. അൺബോക്സിങ് ഡ്യൂഡിൻ്റെ വീഡിയോ കണ്ടു. ഇവൻ്റെ ഭാര്യനെ കാണാനില്ല എന്നും പറഞ്ഞിട്ടാണ് ഇവൻ്റെ വീഡിയോ. ഇവൻ്റെ ഭാര്യ തിരിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ നോക്കുന്ന സമയത്ത് കുറച്ച് മണിക്കൂർ, 1 മണിക്കൂർ മുന്നേ അവൻ്റെ ഭാര്യ തിരിച്ചു വന്നത്. പക്ഷേ ഇവൻ്റെ ഭാര്യ എന്തിനാണ് പോയത് എന്ന് അതൊരു ഭയങ്കര വലിയൊരു സംഭവമാണ്. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടോ. എൻ്റെ ഭാര്യനെ കാണാനില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തെങ്കിലും ആഗോള വലിയൊരു പ്രശ്നമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ വീട്ടിലൊക്കെ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭാര്യ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവർ തിരിച്ചു വരുന്നില്ല. സീരിയസ്ലി നിങ്ങളെ വീട്ടിൽ തന്നെ സ്ഥിതി. നമുക്ക് എന്താണ് ഈ വിഷയം എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ അപരാധം സഹിക്കുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. രണ്ടാമത് വീഡിയോ ഈ അപരാധം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ. നിങ്ങളിത് കാണണം, വഴിയിലിട്ടിട്ട് പോകരുത്. ഈ ഒരു അപരാധം നിങ്ങൾ മുഴുവൻ കാണണം, കാണാതെ പോകരുത്. കാരണം ഇങ്ങനെ ഒരുത്തനെ ഞാൻ ഇപ്പം അടുത്തൊന്നും കണ്ടിട്ടില്ല. എന്താ സംഭവിച്ചത്? ഇന്ന് മോർണിംഗൊക്കെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു ദുരന്തം നടന്ന് അതിന് അവൻ്റെ വീട്ടിൽ ദുരന്തം. ഓ മൈ ഗോഡ്, പറയുമ്പോഴേ അവൾ പോയി. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പോയ ഭാര്യയ്ക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. കാണുമ്പോൾ ഉടനെ തന്നെ തിരിച്ചു വരും ബേബി. ഞാൻ സൗണ്ട് ബേബി വീഡിയോ ശരി. കുറെ ഫോൺ വിളിച്ച് എടുക്കുന്നില്ല. വീഡിയോ കാണാൻ എൽഫി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. മറ്റേ ബോർഡ് പിടിക്കായിരുന്നു അങ്ങനെ വെച്ചിട്ട് ആൽഫി മടങ്ങി വരും ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ. എന്താ പറയാ, ചുമ്മാ പറയല്ലോ, സീരിയസ് ആയിട്ട് പറയാണ്. സീരിയസ് ആയിട്ടാ? അയ്യോ, ഇതെങ്ങനെ പറയും? ഇന്ന് മോർണിംഗൊക്കെ ഞങ്ങൾ നല്ല ചില്ലായിട്ടിരിക്കുകയായിരുന്നു. കുഴപ്പമില്ല, ഫുൾ ചിൽ വൈബൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങള് സിനിമ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേസും ബിങ്കോയും കുറച്ച് ചോക്ലേറ്റ്, അവൾക്കാണ് എന്ത് ഭയങ്കര ചോക്ലേറ്റ് ക്രേവിങ്സ്, കുറച്ച് ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങി ഇൻസ്റ്റാമാർട്ട് ചെയ്ത് അത് വാങ്ങാൻ പോയതാണോ? അല്ല, ഇൻസ്റ്റാമാർട്ടിൽ വാങ്ങി. സാധനം ഇവിടെ എത്തി.
കഴിച്ചു, ലൈസ് കഴിച്ചു, ബിങ്ക കഴിച്ചു, പടമൊക്കെ തോന്നി, പടമൊക്കെ കണ്ട് ജില്ലായിരുന്നു കേട്ടോ. എന്തായിരുന്നു? ജില്ല ജില്ല നടക്കട്ടെ, ജില്ല ജില്ല. പിന്നെ ഇന്നലെ രാത്രി കുഴപ്പമില്ല, ഇന്ന് രാത്രി ഞങ്ങൾ പുറത്തു പോയി, വൈബായിരുന്നു. ഇന്ന് രാവിലെ കണ്ടോണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ വൈബാണെങ്കിൽ എന്തിനാവും തെറ്റിപ്പോയത് അല്ലേ? ഇങ്ങനെയൊക്കെ വൈബ് ഉണ്ടായിട്ട് എന്ത് പറ്റി മോനെ? പറ 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 പറ. അവള് ചോക്ലേറ്റ് തിന്നോണ്ടിരിക്കുമ്പോൾ തൊണ്ടേ കുടുങ്ങിയോ? ചോക്ലേറ്റ് തിന്നോണ്ടിരിക്കുമ്പോ തൊണ്ടേ കുടുങ്ങിട്ട് ഇറങ്ങിപ്പോയോ? ചോക്ലേറ്റ് ഫുള്ള് കഴിച്ച് കഴിച്ചു. ഫുള്ള് രണ്ട് ഗാലക്സി, 2 മഞ്ച്, എഴുതി ഓർമ്മല്ല. ഒന്ന് എഴുതി വെക്കട്ടെ. 2 മഞ്ച് 2 ഗാലക്സി. പരീക്ഷയ്ക്ക് പോലും എനിക്ക് പച്ച ലൈസ്, ഞാൻ ഇപ്പോൾ പച്ച ലൈസ് കഴിക്കണം. ഇപ്പൊ ബേബി ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഞാൻ കഥ പറഞ്ഞു. അങ്ങനെ ലൈസ് കഴിച്ച്, ബിങ്കോ കഴിച്ച്, ലാസ്റ്റ് ചോക്ലേറ്റ് എത്തി. ഞാനൊരു മഞ്ച് എടുത്ത് പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ച്. അതെന്താടാ നീ എന്തിനാടാ ഈ മഞ്ചെടുത്തിട്ട് അവിടെ തന്നെ വെച്ച്? നമ്മുടെ കോമഡി ഇല്ല, സീരിയസ് സംഭവം എന്താ വെച്ചാൽ നമുക്കത് കോമഡി ആയിരിക്കും, പക്ഷെ ചിലർക്ക് ഇത് കോമഡി അല്ല. നിനക്ക് കോമഡി, നിനക്ക് കോമഡിയാണ്, നമുക്ക് കോമഡി. നിനക്ക് സങ്കടമാണ് സങ്കടം. എന്തിനാ നമ്മള് കൂടല്ലേ? ഒരു ഗാലക്സിയും കഴിച്ച് ഞാൻ TV കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മള് അലിച്ച് കഴിക്കുന്നേ. അപ്പൊ തൊണ്ടേ കുടുങ്ങിയോ? ഇതിങ്ങനെ എന്നിട്ട് അവളുടെ ഷർട്ടിന്റെ അവിടെ ഈ ഒരു ഭാഗത്ത് അതിന്റെ ഒരു കഷ്ണം അത് വീണു പോയതല്ലേ? അലിഞ്ഞൊരു കഷ്ണം ചെറുത് അല്ലേ? വീണ് പോയതല്ലേ? പിന്നെ എന്താ കുട്ടാപ്പറ? വീണതല്ലേന്ന് വിചാരിച്ച് എന്നെ നീ എന്ത് ചെയ്തു? സമയ കഷ്ടകാലത്തിന് ഞാനങ്ങനെ തോണ്ടിന്ന് പറഞ്ഞാൽ ആ കഷ്ണം ഇങ്ങനെ എടുത്ത് വായിലിട്ടു. നിന്റെ കഷ്ടകാലം അങ്ങനെ ചെയ്യാൻ പാടുമോ മോനെ? ഒരു ചോക്ലേറ്റിന്റെ കഷ്ണമൊക്കെ നീ ജീവിതത്തിൽ കഴിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും? സലീം കുമാർ ഏട്ടൻ പറയണല്ലോ, എന്തായിരിക്കും നിന്റെ കഥ? എന്റെ പൊന്നെ പറ. ഫുൾ ടെറർ. അപ്പൊ ചോദിച്ചു ചോക്ലേറ്റ് പറഞ്ഞ് ലാസ്റ്റ് പീസ് അവള് മാറ്റി വെച്ചത്, അതായത് പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ മാറ്റി വെച്ചതായിരുന്നു കേസ്. ഇവിടെ അത് ലാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ വീണ് പോയതാണ് അലിഞ്ഞില് വെച്ച്. ഇവിടെ വെക്കുമ്പോ കുറച്ച് ചെറുത് അലിഞ്ഞിന്, ഗാലക്സി പെട്ട അലിയല്ലോ. ഞാൻ അല്ല, എന്നെ കുറ്റം പറയാൻ പറ്റില്ല. ആരായാലും ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ വിചാരിച്ചു പോകും, വീണ് പോയതാണ്. എന്നിട്ട് അതേമാതിരി ആയ നിങ്ങനെ എടുത്ത് കൊടുത്തു. വേണ്ട, എങ്ങനെ എടുത്തു കൊടുത്തു? ഞാൻ അതേമാതിരി ആയ നിങ്ങനെ എടുത്ത് വേണ്ട, ഞാൻ തന്നെ അത് കഴിച്ച്. ഞാൻ വിചാരിച്ചത് അതോടുകൂടി കഴിഞ്ഞു. പക്ഷെ she escalated the problem and she Oh my God, she escalated the problem. പ്രൊഫഷണൽ ലാംഗ്വേജ് ഒക്കെയാണ്. Oh my God, എങ്ങോട്ടാണ് എസ്കലേറ്റ് ചെയ്തത്? മാനേജർ, ഹയർ മാനേജർ. ഇനി എന്ത് ചെയ്യടാ? നിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ കണ്ടിട്ടേ. ഇപ്പൊ ഞങ്ങൾക്ക് സ്വിഗ്ഗി, ഇൻസ്റ്റമാർട്ട് മൊത്തം ചറവായി. പോയി. പിഞ്ചു കുഞ്ഞാണോ? പിഞ്ചു കുഞ്ഞുങ്ങളാണെന്നുള്ള കാര്യം അറിഞ്ഞില്ല. മൊത്തം കോമഡി. അപ്പൊ ഞാൻ എന്താ പറയാ, എസ്കലേറ്റ് ചെയ്യണ്ട വിചാരിച്ചിട്ട് ഞാൻ എസ്കലേറ്റ്, ആ വാക്കൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് സമയത്തിന് എസ്കലേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്റെ കഷ്ടകാലത്തിന് സ്റ്റോക്ക് ഔട്ട്. നിന്റെ കഷ്ടകാലം തന്നെയാണ്. ഓ മൈ ഗോഡ് സ്റ്റോക്ക്. ഓ മൈ ഗോഡ് അടിപൊളി. പറ. മഞ്ച് പറ്റുമോ? മഞ്ച് പറ്റില്ല. മഞ്ച് പറ്റില്ല. ഡയറി മിൽക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി ആകുമ്പോഴത്തേക്കും അവള് പോയി വാങ്ങിക്കോളാന്നും പറഞ്ഞു ദേഷ്യം. അവള് ഊബർ വിളിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷെ ഫ്ലാറ്റിൽ നിന്നും ഊബർ വിളിച്ചു പോയി. ഇതിൽ ഞാൻ ആ കുട്ടിയുടെ ഭാഗത്താട്ടോ. കാരണം നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പീസ് എത്ര ചെറുതാണെങ്കിലും ഏത് ബ്രാൻഡാണെങ്കിലും അത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ആരെങ്കിലും എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദേഷ്യം പിടിക്കും. ഊബർ അല്ല, ട്രെയിൻ വരെ, തീവണ്ടി, ഫ്ലൈറ്റ് വരെ, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരെ ഇറങ്ങിപ്പോണ ആൾക്കാർ എനിക്കറിയാം. എനിക്കങ്ങനത്തെ ചില അനുഭവം ഉണ്ട്. ഡയറി മിൽക്ക് അല്ല, ഗാലക്സി വാങ്ങി. ഗാലക്സി. This is crazy. This is crazy. Oh my God, this is crazy.
ഓ മൈ ഗോഡ്, അത് ഒന്നും കൂടി ദിസ് ഇസ് ക്രൈസി എന്ന് കാണണം. ഓ മൈ ഗോഡ്, ക്രേസി. ദിസ് ഇസ് ക്രൈസി. ഇത് മുടിയാ ഇത്രയൊക്കെ ക്രേവിങ്സ് ചോക്ലേറ്റിനോട് ഉണ്ടാവും. അതാണ് പിഞ്ചു കുഞ്ഞാണ് ഇത്രയൊക്കെ ക്രേവിങ്സ് ചോക്ലേറ്റ്സിനോട് ഉണ്ടാക്കുമോ? ഓ മൈ ഗോഡ്, പറ മോനെ പറ. ഞാൻ ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇപ്പത് പോസ്റ്റ് ചെയ്യാണ്. എല്ലാരും എന്തിനാണോ ചിരിച്ചേ? അറിയട്ടെ, അവളുടെ ചോക്ലേറ്റ് ഭ്രാന്ത് എല്ലാരും അറിയട്ടെ. എല്ലാവരും അറിയട്ടെ നമ്മളും മോഡേൺ ആണെന്ന് എല്ലാവരും അറിയട്ടെ. അവള് ചോക്ലേറ്റ് പ്രാന്ത് എല്ലാവരും അറിയട്ടെ. പ്രാന്ത് എല്ലാവരും അറിഞ്ഞു. അത് ചെയ്യുന്നത് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഈ ലാസ്റ്റ് ബൈറ്റ് കിട്ടാത്തതിന് ഇങ്ങനെയൊക്കെ ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ട് മോനെ, ഉണ്ട്. ഞങ്ങളുടെ നാട്ടില് ഒരാള് പണ്ട് ഇതുപോലത്തെ അവസാനത്തെ കഷ്ണം കിട്ടാത്തതിന് നാട്ടിൽ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പെരിന്തമണ്ണ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പോയി വണ്ടിക്ക് തലച്ചൊരു ചരിത്രം വരെ ഉണ്ട്. മനസ്സിലായോ? നോട്ട് ദ പോയിന്റ്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പോയി വണ്ടിക്ക് തല വെച്ചു ചോക്ലേറ്റിന്റെ ഒരു പീസ് കിട്ടാത്തതിന്. ഉണ്ട് 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 ഉണ്ട്. ഞാൻ എന്നെ പറഞ്ഞ് പേടിപ്പിക്കല്ല, എന്നാലും അങ്ങനത്തെ ചില പരിപാടികൾ ഉണ്ട് കേട്ടോ. പറ എനിക്കിങ്ങനെ അറിയില്ല. കമന്റ് അല്ല നമ്മൾ പറയാം വീഡിയോയിലൂടെ. കമന്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഗാലക്സി എന്നെ വേണമെന്നില്ലല്ലോ, വേറെ ചോക്ലേറ്റ് ആയാലും പോരെ. നോ 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 നോ, ഒരിക്കലല്ല. ഗാലക്സിയുടെ പീസിന് പകരം ഗാലക്സി തന്നെ വേണം മോനെ, അതിന് യാതൊരു സംശയം. എനിക്ക് ആ ഇത് അറിയാത്തോണ്ടാ. ഗാലക്സി കഴിക്കുന്ന ഒരു വ്യക്തിക്ക് അവസാനത്തെ പീസ് ഗാലക്സി തന്നെ വേണം. ഒരു ഗാലക്സിക്ക് പകരം എങ്ങനെ വേറൊരു ഗാലക്സി ആവുമോ? പറ. എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഐ ആം ഹെൽപ്ലെസ് ഗയ്സ്. അപ്പം നമ്മുടെ കുട്ടി ഈവൻ ഹെൽപ്ലെസ് ആണ്. എനിക്ക് ഈ ഹെൽപ്ലെസ് ആയ ആൾക്കാരെ കാണുമ്പോൾ എന്തോ മനസ്സിനൊരു ചാഞ്ചാട്ടം. കാണാനില്ല. ഈ വീഡിയോ ഇടുമ്പോൾ ആരെങ്കിലും ഇതിപ്പം തന്നെ ഇടല്ലോ, അപ്പം ഇപ്പം തന്നെയാണ് പോയതും. സോ ആരെങ്കിലും ഒരു ഗേൾ ഷോപ്പിൽ നിന്ന് ഗാലക്സി വേണമെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ ഗാലക്സി കൊടുക്കണം. ഇതാണ് സംഭവം. ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരു ഗാലക്സി വേണോ എന്നുള്ളത് എവിടെയെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് ഗാലക്സി വാങ്ങുന്ന അപ്പം തന്നെ ചക്ക കെട്ടിയിട്ട് ഇവിടെ ബന് കൊണ്ടുവന്ന് കൊടുക്കുക. ഈ കോലത്തിലാണെങ്കിൽ ജീവിതത്തിൽ നിന്റെ ഭാര്യയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇനി അവൾ എപ്പോൾ പുറത്തിറങ്ങിയിട്ട് കടയിൽ കയറിയാലും കണ്ടവരൊക്കെ പിടിച്ചോണ്ടോയില്ലേ? കാരണം വീഡിയോ അങ്ങനെ കിടക്കുമല്ലോ. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്കാണ്. അയ്യോ, ക്രമസമാധാന പ്രശ്നമായില്ലോ മോനെ. രമേശ് ചെന്നിത്തല രാജിവെക്കേണ്ടി വരുമോ? ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ടി വരുമോ? കേരള പോലീസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് പോവോ? നിന്റെ ഭാര്യ പുറത്ത് ചെന്നിട്ട് ഗാലക്സി പ്രാർത്ഥിക്കാൻ പറ്റത്തിലേക്കും പ്രാർത്ഥിച്ച മാതിരി പ്രാർത്ഥിക്കാം. ആ കുട്ടി പോണ സ്ഥലത്ത് എന്തായാലും ഒരു ഗാലക്സി ഒരു പീസെങ്കിലും ഉണ്ടാവണേ. ഒരു 10 രൂപയുടെ ഗാലക്സി എങ്കിലും ഉണ്ടാവണേ. കാരണം ഒരുവിധ ഷോപ്പിലൊന്നും ഗാലക്സി ഉണ്ടാവില്ല, എല്ലായിടത്തും മഞ്ജു ഡയറി മിൽക്ക് എന്തൊക്കെ അവിടെ നിന്ന് എന്തൊക്കെ ഈ കൊച്ചു കാലത്ത് നടക്കണത്. ഇനി ഇവിടെ ആരെയും പിടിച്ച് തല്ലോ പഠിച്ചോനെ ഗാലക്സി ഇല്ലാന്നിട്ട് നല്ല കലിപ്പില്ല. ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും എൻ്റെ കാര്യം തീരുമാനമാവും, അത് വേറെ കാര്യം. എനിവേ ഞാനൊരു പോളിസി എടുത്ത് എൻ്റെ പൊന്നു മോനെ, അത്യാവശ്യം തണ്ടും തടിയുണ്ടല്ലോ. ഇതിലേറെ നല്ലത് വേറെ വല്ല പണിക്കും പോയിക്കൂടെ കുഞ്ഞാ? ഞാനൊരു പോളിസി എടുത്തിരിക്കാം. പോളിസി എടുക്കേണ്ടത് നീയല്ല, പോളിസി എടുക്കേണ്ടത് ഇത് കാണുന്നവരാണ്. പക്ഷെ സൂയിസൈഡ് ചെയ്താൽ പോളിസി കിട്ടും. ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ നാളത്തെ വീഡിയോയിൽ തരാം. അയ്യോ, ഇനി നാളെ അപ്ഡേറ്റ് ഉണ്ടാണ്. തിരിച്ചു വന്നാൽ അറിയുള്ളൂ എന്താണ് സംഭവം. I'm so excited to know about this stuff. I'm so excited. അയ്യോ, നിങ്ങൾ താഴെ കമന്റ് ചെയ്തിട്ട് അവള് കാണാൻ വേണ്ടി താഴെ നിങ്ങളുടെ എല്ലാം കമന്റ് നമുക്ക് കമന്റ് സെക്ഷൻ മൊത്തം അങ്ങനെ ഒരുപാട് പേര് കമന്റ് ചെയ്തു മക്കളെ. കമന്റ് സെക്ഷൻ മൊത്തം ഒന്നുമില്ല, ആകെ കുറച്ച് കമന്റ് വന്നു. അതിൻ്റെ അടിയിൽ ഈ സ്ത്രീ കമന്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഭാര്യ താഴെ ഷോപ്പിൽ പോയതാടോ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എൻ്റെ ചോക്ലേറ്റ് കട്ട് തിന്നത് പോരാനി എന്നെ ഡിഗ്രേഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്നോ? ഓ മൈ ഗോഡ്, നീ എന്നെ ഡിഗ്രേഡ് ചെയ്യുന്നോ? നാണമില്ലല്ലോ. റിയാലിറ്റി 2 കുത്തുണ്ട്. ആകെ ഒറ്റ ഗാലക്സി ഉണ്ടായുള്ളൂ, അത് ഞാൻ ഓൾറെഡി നിന്റെ ഷെയർ തന്നു. Still you look like, still you took my last big piece, not small one, it was a big piece. Oh my god. എൻ്റെ ബർത്ത്ഡേക്ക് ശേഷം ഇന്നാണ് ഞാൻ ഒരു ഗാലക്സി വാങ്ങിയത്. നോട്ട് ദ പോയിന്റ്. ഹൗ ഡെയർ യു? ലാസ്റ്റ് പീസ് കണ്ട് മൈൻഡ് സെറ്റ് ആക്കി വെച്ചത് ആൻഡ് യു സ്റ്റോൾ ഇറ്റ്. ഇവനൊരു കള്ളനുണ്ടോ? ഇങ്ങനത്തെ കള്ളന്മാരായിട്ട് എന്തിനാ കൊച്ച ഇടപാട്? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കൂ, അതല്ലേ വേണ്ടത്? എന്തായാലും അളിയൻ 2ാമത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഭാര്യ മടങ്ങി വന്നു. അത് കാണാനുള്ള ത്രാണി എനിക്കില്ലാത്തതിനാൽ ഞാനത് കണ്ടില്ല. തൽക്കാലം ഈ ഒരു വിഷയം ഇവിടെ വെച്ച് നിർത്തുക.
ഇതുപോലത്തെ ക്രിഞ്ച് സ്വകാര്യത സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ട് വല്ലവരും എന്തെങ്കിലും പറഞ്ഞാൽ ദയവ് ചെയ്ത് അതിൻ്റെ പുറകെ വണ്ടി എടുത്ത് കൂടി വരരുത്. കാരണം നിങ്ങളുടെ ഒന്നും സ്വകാര്യതയിലേക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളിലേക്കൊന്നും ഒരാളും വരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്ന കോണ്ടന്റിന് കുറച്ചെങ്കിലും നിലവാരം വേണം. ഒരു തരം നിലവാരമില്ലാത്ത കോണ്ടന്റ് കണ്ട അതിന് ആൾക്കാർ എന്തെങ്കിലും ഒരുപക്ഷെ ചിലപ്പോൾ ഒരു വേണ്ട ചിലപ്പോൾ കോൺട്രവേഴ്സി ആയിരിക്കാം, 4 ആൾ ചർച്ച ചെയ്യും. കാരണം റീച്ചൊന്നും ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ. 40 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10,000-15,000 വ്യൂസൊക്കെ കിടക്കണുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് അവർക്കത് ഭയങ്കര മാനസിക ഫ്രസ്ട്രേഷനാണ്. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയതായിരിക്കാം. എന്താണെങ്കിലും അത് നല്ലൊരു പരിപാടിയല്ല. കുറച്ചും കൂടി നല്ല ക്വാളിറ്റി കോണ്ടൻ്റൊക്കെ പണ്ട് ചെയ്തിരുന്നു. അതെന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഇവനും എൻ്റെ സിസ്റ്ററൊക്കെ അന്ന് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് അന്നും വരെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അന്ന് പിന്നെയും തിരക്കിടില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ടേസ്റ്റ് ഓഫ് ടൈപ്പ് ആയിരുന്നില്ല. പക്ഷെ എന്നാലും ഒരുപാട് പേര് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർവേഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഊള പരിപാടിയും കൊണ്ട് വരാതിരിക്കും കേട്ടോ, പ്ലീസ് കേട്ടോ. ഇനിയും നീ ഇതുവഴി വരല്ലേ ആനകളെയും തെളിച്ചുകൊണ്ട് പറഞ്ഞാൽ മോസ്റ്റ് ഊള ഫ്രം എനി യൂട്യൂബർ ഐ ഹാവ് സീൻ റീസെൻ്റ്ലി. കുട്ടികളൊക്കെയാണ് തിരക്കിടില്ല, കുഞ്ഞുങ്ങൾ. ഇവർക്ക് വിചാരം എന്താ, അത്യാവശ്യം മുതുക്കനും പ്രായമായി കഴിഞ്ഞിട്ട് ഇനിയും ഇതുപോലെ അയ്യയ്യയ്യയ്യേ